വിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അവിടെയുള്ളതായി നടത്തുന്ന സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയും കരുണയും ആശീർവാദങ്ങളും നന്മകളും എല്ലാവർക്കും മേലും പകരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് 115 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യം. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഗ്രോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. വായിച്ചതിൽ ഇങ്ങനെ പറയുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. നമ്മളെ ഓർക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. നമ്മളെ മനുഷ്യർ പറഞ്ഞിരിക്കുന്ന പലതും മറന്നുപോകും. മനുഷ്യൻ പറയുന്ന വാക്കുകൾ മറന്നുപോകും. മനുഷ്യൻ്റെ ചിന്താഗതികളും നമ്മളോടുള്ള താല്പര്യവും മറന്നുപോകാം, അത് മാറിപ്പോകാം. എന്നാൽ കർത്താവ് നമ്മളെ മറക്കുന്നില്ല. കർത്താവ് നമ്മളെ മറക്കുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. 132 സംഘത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പം നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം, നമ്മുടെ താഴ്ചയുടെ അനുഭവത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ, നമ്മുടെ പ്രയാസത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു കാര്യം, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. നോക്കിയേ, ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർക്കുകയാണ്. എന്താ കാരണം? ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമനുഖത്തിൽ കഷ്ടത അനുഭവിക്കുമ്പോൾ ദൈവം പിതാക്കന്മാരോട് ചെയ്ത ബഹുസമ്പത്തോടെ മടങ്ങി വരുമെന്ന്, നിന്റെ ജനം അനുഗ്രഹിക്കപ്പെടുമെന്ന്, നിന്റെ ജനം ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണി നോക്കുക, അതുപോലെ ആയിത്തീരുമെന്ന്, ഭൂമിയിലെ മണൽത്തരിയെ നോക്കുക, അതുപോലെ ആയിത്തീരുമെന്ന്, ഈ ദേശം മൊത്തം പരക്കുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇസ്രായേൽ ജനത്തിനോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞിരിക്കുക. എന്നാൽ ഫറവോന്റെ അടിമനുഖത്തിൽ കിടക്കുന്ന കഷ്ടത അനുഭവിക്കുമ്പോൾ ദൈവം അവരെ ഓർക്കുവാനിടയായി തീർന്നു. അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അവരുടെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. ദൈവം പറയുകയാണ്, അവരുടെ നിലവിളി എൻ്റെ കാതുകളിലെത്തി, അവരുടെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം അവരുള്ള നിയമത്തെ ഓർക്കുവാനിടയായിത്തീർന്നു. പിതാക്കന്മാരോട് ചെയ്ത നിയമത്തെ സ്വർഗം ഓർക്കുവാനിടയായിത്തീരുന്നു. എന്നെ ശ്രമിക്കുന്ന ദൈവത്തിലെ നിന്നോട് പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, തലമുറകളെക്കുറിച്ചുള്ള വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അതിൻ്റെ സമയത്ത് സ്വർഗം അത് ചെയ്തെടുക്കുവാനിടയായിത്തീരും. അതിൻ്റെ കാരണം ദൈവം മറക്കുന്ന ദൈവമല്ല, ദൈവം ഓർക്കുന്ന ദൈവമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കും, ദൈവം നമ്മളെ മറന്നു കളഞ്ഞുവോ, ദൈവം നമ്മളെ മറന്നു കളഞ്ഞു, ദൈവം ഒന്നും ഓർക്കുന്നില്ലേ എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവം ഇതൊന്നും മറന്നുപോയിട്ടില്ല. ദൈവ സകലവും ദൈവത്തിൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ അത് എഴുതി വച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദര, ദൈവം നിന്നെ ഓർക്കുന്നുണ്ട്. ദൈവം നിന്നെ മറന്നുപോയിട്ടില്ല. ചില പ്രതികൂലങ്ങളുടെയും കഷ്ടതകളുടെയും വിഷമതകളുടെയും നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ സ്വർഗം നിന്നെ മറന്നു പോകാതെ നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം പറയുന്ന ഭാഗമാണ് നാം ആദ്യം വായിച്ച വാക്യം പറയുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ദൈവം നിന്നെ ഓർത്തിരിക്കുന്നത് കൊണ്ട് ദൈവം നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കുവാനിടയായി തീരും. ഈ നാളുകളിൽ നിനക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് കരുതിക്കൊള്ളുക, ഒന്ന് ചിന്തിച്ചു കൊള്ളുക, ദൈവം ഓർക്കുന്നുണ്ട്, അവൻ നിന്നെ അനുഗ്രഹിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ ഓർക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മുടെ പിതാക്കന്മാരുള്ള വാഗ്ദത്തം ഓർക്കുന്ന
ആ അത്യുന്നതനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം, നമ്മളെ തന്നെ ഒരുക്കാം. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് അങ്ങ് ഞങ്ങളെ ഓർക്കുന്നതിനായി സ്തോത്രം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളായിരിക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പലവിധമാകുന്ന രോഗത്താലായിരിക്കുന്നല്ലോ, അത്യുന്നതനായ കരം അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. അങ്ങോട്ട് അത്ഭുതം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാൻ നിന്റെ വചനമായി സൗഖ്യമാക്കും. എൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നൊരു തിരുവചന പ്രകാരം പ്രിയ കുഞ്ഞുങ്ങൾക്ക് മേൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലയക്കണം. പിതാവിൻ്റെ കരങ്ങളിലേക്ക് അടികൾ ഏൽപ്പിക്കുന്നു. മാനവമഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന ഘടനായ സ്തോത്രം സകല യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ആമേൻ.